SSLC +2 ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇന്ന് ആരംഭിക്കും. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. സ്വകാര്യ ട്യൂഷൻ സ്ഥാപനമായ MS സൊല്യൂഷൻസിന്റെ സിഇഒയുടെ മൊഴി രേഖപ്പെടുത്തും. ചോദ്യപേപ്പർ ചോർച്ചയിൽ സൈബർ സെല്ലിന്റെയും സഹായം പ്രത്യേക അന്വേഷണ സംഘം തേടും. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ച സർക്കാർ തന്നെ അംഗീകരിച്ചതിന് ശേഷം ആദ്യ നടപടിയിലേക്ക് കടക്കുകയാണ്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇന്ന് ആരംഭിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ആരെല്ലാമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത്? അതുപോലെ തന്നെ സിഇഒയുടെ മൊഴി രേഖപ്പെടുന്നത് അടക്കമുള്ള നടപടികൾ ഇന്ന് തന്നെ ഉണ്ടായേക്കുമോ? അതുല്യ, CH വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ക്രൈംബ്രാഞ്ച് ഈ കേസ് കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത്. ഏതായാലും വലിയ ഗൗരവമുള്ള വിഷയമായി തന്നെ സംസ്ഥാന സർക്കാർ ഇതിനെ കാണുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല അന്വേഷണവും നടത്തിവരുമെന്ന് വ്യക്തമാക്കിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസവും അത് ഓർമ്മിപ്പിച്ചതാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം ഏതായാലും തുടങ്ങിയിട്ടുണ്ട്. ഇന്നു മുതൽ ആരംഭിക്കുന്ന അന്വേഷണത്തിൽ കൃത്യമായി പുറത്തു നിന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കും. അതായത് ഈ ചോദ്യപേപ്പർ എങ്ങനെ ചോർന്നു എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. അതോടൊപ്പം ഈ MS സൊല്യൂഷൻസിന് എങ്ങനെയാണ് ഈ ചോദ്യം ലഭിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കും. വിവിധ ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്യും. ഏതായാലും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലായി പ്രധാനമായി എടുക്കുന്നത് ഈ സ്കൂളുകളിലെ അധ്യാപകരെയും ഈ പ്രത്യേകിച്ചും അധ്യാപകരോടൊപ്പം തന്നെ ഈ സ്കൂളുകളുടെ അധികൃതർക്ക് എതിരെയും അന്വേഷണം ഉണ്ടാകും. ട്യൂഷൻ സെന്ററുകൾ സ്കൂളിനടുത്ത് കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അതിലെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതേസമയം തന്നെ വകുപ്പ് തല അന്വേഷണവും ഉണ്ടാകും. അതിന് പ്രത്യേക സമിതിയുണ്ട്. 6 അംഗ സമിതിയെ ഇന്നലെ തന്നെ നിയോഗിച്ചതായി അറിയിച്ചിട്ടുണ്ട്. അതും നടക്കുന്നുണ്ട്. ഏതായാലും വളരെ ഗുരുതരമുള്ള വിഷയമാണ് ഇത്. വിദ്യാർത്ഥികളുടെ വിശ്വാസ്യതയെ തകർക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ചോദ്യപേപ്പർ ചോർന്നിട്ടുള്ളത് എങ്ങനെയെന്ന് കണ്ടെത്തും. ഇനി വരുന്ന ദിവസങ്ങളിൽ അതീവ സുരക്ഷയോടെ ചോദ്യപേപ്പർ തയ്യാറാക്കാനുള്ള തീരുമാനവും ഉണ്ട്. ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്, ഇതിനെതിരെ പ്രവർത്തിച്ചവരും അതിനെ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നും കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു നടപടിയിലേക്കാണ് കടക്കുന്നത്. പോലീസ് അതുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. അതില്ല വിഷ്ണു, ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനത്തിലടക്കം അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. ഈ ചോദ്യപേപ്പറിന്റെ ചോർച്ച എന്ന് പറയുന്നത് ഇത് അച്ചടിക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇത് സ്കൂളിൽ എത്തിച്ചതിന് ശേഷമുള്ള മറ്റ് നടപടികൾ ചെയ്യുന്ന ആളുകളും അറിയാതെ നടക്കില്ല എന്നുള്ളൊരു കാര്യം. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണ്ടേ ഈ ഗവൺമെന്റ് അതുപോലെ തന്നെ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ സ്കൂളുകളിലെ അധ്യാപകരുടെ ട്യൂഷൻ എടുക്കുന്ന ആ ഒരു പ്രവണതയിലും കൂടി അന്വേഷണം നടത്തും എന്നുള്ള ആ ഒരു പ്രസ്താവനയെ കാണാൻ. ഇത്തരത്തിൽ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിലടക്കം പരിശീലനം നൽകുന്നത് ഒരുപക്ഷെ ഒഴിവാക്കേണ്ടി വരും എന്നുള്ളൊരു നടപടിക്രമത്തിലേക്കല്ലേ ഈ ഒരു അന്വേഷണം വിരൽ ചൂണ്ടുന്നത്? അതുല്യ, ഇത്തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മന്ത്രി വ്യക്തമാക്കിയതാണ്, ഈ സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്കൂളുകളിൽ ചോദ്യപേപ്പർ അച്ചടിക്കുന്ന സ്ഥലങ്ങൾ, സ്കൂളുകളിലേക്ക് എത്തുന്ന സ്ഥലങ്ങൾ, അവിടെ നിന്നുമൊക്കെയാണ് ഈ പരീക്ഷാ പേപ്പർ വരുന്നത്. അതായത് ഇതൊരു പ്രത്യേക വലിയ കാര്യമായി സുരക്ഷ ഒരുക്കുന്നില്ല. SCRT ആണ് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പരീക്ഷ ചോദ്യപേപ്പർ അടിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഗവൺമെന്റ് പ്രസ്സുകളിലാണ് ഈ 10ാം ക്ലാസ്, +1, +2 പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളെല്ലാം സാധാരണഗതിയിൽ അച്ചടിക്കുന്നത്. അത് അതീവ സുരക്ഷയോടെയാണ്. അത് എവിടെ നിന്നാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് പോലും പുറത്തറിയില്ല എന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാം ബോർഡ് പരീക്ഷയുടെ കാര്യമാണ്. സാധാരണഗതിയിലുള്ള മോഡൽ പരീക്ഷകൾ, ടേം പരീക്ഷകളൊക്കെ വരുമ്പോൾ അത് സാധാരണഗതിയിലുള്ള അതീവ സുരക്ഷ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു അച്ചടിയാണ് നടക്കുന്നത്. ചോദ്യപേപ്പർ 2 ദിവസം മുൻപ് തന്നെ സ്കൂളുകളിലെത്തും. സ്കൂൾ അധികൃതർ അത് സൂക്ഷിച്ചു വയ്ക്കും. സ്കൂൾ അധികൃതർ അതിനുശേഷം പരീക്ഷാ സമയത്താണ് ഇത് നൽകുന്നത്, കുട്ടികൾക്ക് വിതരണം ചെയ്തത്. അപ്പോൾ അവിടെ സ്കൂളിനുള്ളിൽ തന്നെ നടന്ന സംഭവമായാണ് ഒരു നിരീക്ഷണമുള്ളത്. അതായത് സംശയവും അത് തന്നെയാണ്. ഈ അധ്യാപകരോ അല്ലെങ്കിൽ ആ സ്കൂളുകൾ അധികൃതരോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ ഈ ചോദ്യപേപ്പർ എടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ വിതരണം ചെയ്തിട്ടുണ്ടാകും എന്നുള്ള സംശയമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്നത്. ഇനി ട്യൂഷൻ സെന്ററുകൾക്ക് അല്ലെങ്കിൽ MS സൊല്യൂഷൻ അടക്കം ലഭിച്ചതിന്റെ കാരണം, ഇതെങ്ങനെയാണ് അവർക്ക് ഇത് ലഭിച്ചതെന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത്. അത് അധ്യാപകരോ സ്കൂൾ അധികൃതരുമായുള്ള ഒരു ബന്ധം കൊണ്ട് തന്നെയായിരിക്കും ലഭിച്ചിരിക്കാൻ സാധ്യത. അതും അന്വേഷിക്കും. അതോടൊപ്പം ഈ MS സൊല്യൂഷനിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന ഒരാൾ നേരത്തെ മുൻ അധ്യാപകനാണ്, ഈ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് അത് കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ടാകും. ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങൾ ഏകദേശ സൂചനകൾ ഈ വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി നടത്താനുള്ള ഒരു തീരുമാനമാണുള്ളത്.